പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ആഘോഷമായിട്ട് മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഏതാനും ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്ന് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ട് മാറിയിരിക്കുന്നു. അതും ചെറിയ ആഘോഷമല്ല, വൻതോതിലാണ് ഇന്ന് ആഘോഷങ്ങൾ ക്രമീകരിക്കുന്നത്. ദേവാലയങ്ങളും ഭവനങ്ങളും പൊതുയിടങ്ങളും തൊഴിലിടങ്ങളും എല്ലാം ഇന്ന് ഈ തിമിർപ്പിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. വലിയ പുൽക്കൂട്, വലിയ ക്രിസ്മസ് ട്രീകൾ, വലിയ അലങ്കാരങ്ങൾ, പ്രത്യേകിച്ച് ദീപാലങ്കാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായിരിക്കുന്നു. എന്നാൽ ഈ വലുതിനിടയിൽ ആദ്യ ക്രിസ്മസിൻ്റെ നാളുകളെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. മറിയയും ജോസഫും അവരെളിയവരായിരുന്നു, അവർ ചെറുതായിരുന്നു. യേശുവിന് പിറക്കാനായിട്ട് ദൈവം ഒരുക്കിയത് ഒരു കൊച്ചു പട്ടണമായ ബേത്ലഹേമിലായിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ആ കൊച്ചു പട്ടണത്തിലെ ഒരു കൊച്ചു ഭവനത്തിലെ കാലിത്തൊഴുത്തിലാണ് ദൈവപുത്രൻ മനുഷ്യനായി പിറക്കുന്നത്. മനുഷ്യപുത്രനെ കാണാനായിട്ട് ആദ്യമായി വരുന്നത് ഒരു ചെറിയ കൂട്ടം ആട്ടിടയന്മാരായിരുന്നു. അതുപോലെ തന്നെ അവരെ തുടർന്ന് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരുടെ ഒരു ചെറിയ കൂട്ടം. അവരൊരു വലിയ കാഴ്ച അവർക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം ചെറുതുകളാണ്, പക്ഷേ പിൻകാലത്ത് നമ്മുടെ എല്ലാം വിശ്വാസ ചരിത്രത്തിൻ്റെ വലിയ ഭാഗങ്ങളായിട്ട് മാറിയിരിക്കുന്നു. വലിയ സ്ഥാനങ്ങളാണ് നമ്മുടെ വിശ്വാസ ചരിത്രത്തിൽ അവർ അലങ്കരിക്കുന്നത്. ഇന്നത്തെ വലിയ ആഘോഷങ്ങളുടെ ഇടയിൽ ഈ ചെറുതുകളെ പലപ്പോഴും നാം മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഇവയെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് 1-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ അമ്മയായ മറിയ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിച്ച ശേഷം പാടുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പാട്ടുണ്ട്. മാഗ്നിഫിക്കാത്ത്, മറിയയുടെ പാട്ട് എന്നെല്ലാം നാം വിളിക്കുന്ന ആ പാട്ടിൽ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചെറിയവരെ ഉയർത്തുന്നവനായ ദൈവം, ചെറിയവരെ കരുതുന്നവനായ ദൈവം, ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കുന്നവനായ ദൈവം, ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ഭയപ്പെടുന്നവരെ സന്ദർശിക്കുന്നവനായ ദൈവം. ഇന്ന് ഈ വലിയ ആഘോഷങ്ങളുടെ മധ്യേ ഈ ചെറുതുകളെ നാം മറന്നു പോകുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടുമുള്ള ആവശ്യങ്ങളിലിരിക്കുന്നവരെ കരുതാനായിട്ട് നാം മറന്നു പോകുന്നുണ്ടോ? വലിയ ആഘോഷങ്ങളുടെ മധ്യേ യേശുവിൻ്റെ സ്ഥാനം എന്താണ്? ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരാഘോഷം നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവില്ലാത്ത ആഘോഷങ്ങളിൽ നിന്ന്
മാറി നിന്നുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ആഘോഷിക്കാനായിട്ട് ഈ ക്രിസ്മസിൻ്റെ നാളുകൾ നമ്മെ സഹായിക്കട്ടെ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊള്ളുന്നു.